എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. CBSE 12th ഫിസിക്സും കേരള സ്റ്റേറ്റ് +2 ഫിസിക്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ്. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 നമ്മളൊരു സെറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് കണ്ടിന്യൂഷൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അടുത്ത ക്വസ്റ്റ്യൻ: എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് an objective lens of focal length 2 cm and an eyepiece of focal length 6.25 cm separated by a distance of 15 cm. നമുക്കിവിടെ ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്യാൻ നമ്മളെ വാല്യൂസ് എന്തൊക്കെയാണെന്ന്. How far from the objective should an object be placed in order to obtain the final image at രണ്ട് questions ആണ്. At the least distance of distinct vision, that's 25 cm, and at infinity. What is the magnifying power of the microscope in each case? അപ്പം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ഫോക്കൽ ലെങ്ത്തും ഐ പീസ് ഫോക്കൽ ലെങ്ത്തും അത് തമ്മിലുള്ള സെപ്പറേഷനും തന്നിട്ടുണ്ട്. അപ്പം എവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്, ഹൗ ഫാർ ഫ്രം ദ ഒബ്ജക്റ്റീവ് ഷുഡ് എൻ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ്, ഒബ്ജക്റ്റീവ് നിന്ന് എത്ര ദൂരമാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വെക്കേണ്ടത്, എങ്ങനെ, ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ഫൈനൽ ഇമേജ് അറ്റ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ ആൻഡ് അറ്റ് ഇൻഫിനിറ്റി. വാട്ട് ഈസ് ദ മാഗ്നിഫൈങ് പവർ ഓഫ് ദ മൈക്രോസ്കോപ്പ് ഇൻ ഈച്ച് കേസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു റഫ് സ്കെച്ച് വരയ്ക്കുക. അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, വരക്കാൻ ചോദിക്കുന്നില്ല, പക്ഷേ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വാല്യൂസ് എടുക്കാൻ പറ്റും. നമുക്കത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് ആദ്യം എടുത്തെഴുതാം. ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ്. ഇത് രണ്ടും കോൺവെക്സ് ലെൻസ് ആണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്. ഒബ്ജക്റ്റീവ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 2 cm. അപ്പോൾ സൈൻ കൺവെൻഷൻ പ്രകാരം പോസിറ്റീവ് ആണ്. ഐ പീസ്, focal length of the eyepiece is equal to 6.25 cm. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ് എത്രയാണ് തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോത്ത് ദ ലെൻസസ് എത്ര തന്നിരിക്കുന്നു? 15 cm തന്നിരിക്കുന്നുണ്ട്, അവിടെ ഡയഗ്രത്തിൽ കാണാം. അപ്പം നമുക്ക് ഇതിനെ രണ്ട് പാർട്ടായിട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഇമേജ് എവിടെ വേണം? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷനിൽ വരണം. അപ്പം ഇമേജ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഐ പീസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ 25 cm ആണ്. പക്ഷെ അത് ഈ സൈഡിലാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡ്, ഐ പീസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എന്ത് ഇമേജ് വരുന്നത്. അപ്പം -25 cm ആണ് എന്ത് ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഐ പീസ്. അപ്പം അവിടെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മാഗ്നിഫൈങ് പവർ കാണണം. അതിൻ്റെ ഫോർമുലയിൽ നമുക്ക് എന്താണ് മാഗ്നിഫൈങ് പവറിൽ നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഐ പീസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇവിടെ അറിയുന്നില്ല, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെൻസ് ഫോർമുല എന്താണ്? 1/v. അപ്പോൾ ഇവിടെ ഐ പീസ് ആയത് കാരണം ഞാൻ 1/ve എന്ന് എഴുതുന്നുണ്ട്. 1/v - 1/u is equal to 1/f. അപ്പോൾ 1/u is equal to 1 by objective object distance of eyepiece is equal to 1/ve minus 1/fe. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? v എത്രയാണ്? 1/-25 minus 1/6.25. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് UE is equal to -5 cm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഐ പീസ്, അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കൂ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്, ഇവിടെ നിന്ന് വരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഐ പീസ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാമെന്ത്? എൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ് ദാറ്റ് ഈസ് ഈക്വൽ ടു VO പ്ലസ് UE. അപ്പം VO ഇസ് ഈക്വൽ ടു ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ലെൻസസ് മൈനസ് UE. അപ്പോൾ എത്ര കിട്ടും? 15 മൈനസ്
അപ്പോൾ ഇവിടെ യു ഇ എന്ന് എഴുതുമ്പം യു ഇ നമുക്ക് -5 ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് ഈ ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കണത്? ഏത് ഡിസ്റ്റൻസ്? ഈ വി ഒ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് സിമ്പിൾ മാത്സ് ആണ്. ഇത്രയും ദൂരം 15 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് ഇവിടം വരെ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 15 - 5, അപ്പോൾ എത്ര കിട്ടും? 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം വി ഒ നമുക്ക് കിട്ടി. അപ്പോൾ എന്തൊക്കെ കിട്ടി? യു ഇ കിട്ടി, വി ഒ കിട്ടി. ഓക്കെ, വി ഒ ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ് ലെൻസിനുള്ള ലെൻസ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ 1/VO മൈനസ് 1/UO ഇസ് ഈക്വൽ ടു 1/FO. അപ്പം 1/UO ഇത് ഒബ്ജക്റ്റീവിൻ്റെ ആയത് കാരണമാണ് എന്ത് O എന്ന് എഴുതുന്നത്. അപ്പോൾ 1/VO മൈനസ് 1/FO. അപ്പം 1/VO എത്രയായിരുന്നു കിട്ടിയത്? VO നോക്കിക്കോളൂ, ഇത് ഇവിടെ VO വരുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് പോസിറ്റീവ് സൈഡാണ്. ഓക്കെ, ഇപ്പോൾ 1/10 മൈനസ് 1/FO. FO നമുക്ക് 2 തന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് UO ഇസ് ഈക്വൽ ടു -2.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും, കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഓരോ കേസിലും മാഗ്നിഫൈങ് പവർ കാണണം. മാഗ്നിഫൈങ് പവർ ഓഫ് ദ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇസ് ഈക്വൽ ടു VO ഡിവൈഡഡ് ബൈ UO ഇൻറ്റു 1 + D ഡിവൈഡഡ് ബൈ FE. ഈ ഫോർമുല എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്, കിട്ടിയ വാല്യൂസ് എന്തൊക്കെയാണ്? VO എന്നുള്ളത് 10, UO എന്നുള്ളത് 2.5 ഇൻറ്റു 1 + D എന്ന് വെച്ചാൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ 25 ഡിവൈഡഡ് ബൈ FE തന്നിരിക്കുന്നത് 6.25. അപ്പം മാഗ്നിഫൈങ് പവർ ഓഫ് ദിസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് M നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ M ഇസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. ഇത് നമ്മൾ ആദ്യത്തെ പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ. രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ബി എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ബിയിൽ ഇമേജ് എവിടെ ഉണ്ടാവണം? ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ആദ്യം കണ്ടുവച്ചത് ഇമേജ് ഫോംഡ് അറ്റ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ആണ്. ഇപ്പോൾ ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അങ്ങനെ പറയുമ്പോൾ എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഐ പീസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത -ഇൻഫിനിറ്റി. അതേസമയം വേറെ തന്നിരിക്കുന്ന എന്താണ്? UE. ഇതാണ് അതിൻ്റെ ഡയഗ്രാം വരുന്നത്. ഇമേജ് എവിടെയാണ്? ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അപ്പം UE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് നമുക്ക് ഒരു കോൺവെക്സ് ലെൻസിന് ഇമേജ് അറ്റ് ഇൻഫിനിറ്റി കിട്ടുക? വെൻ ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ദ ഫോക്കസ്, അല്ലേ? അപ്പം UE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നെയാണ്. ദാറ്റ്സ് ഈക്വൽ ടു 6.25 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പം image distance of objective lens is equal to L minus FE, that is equal to എന്താണ്? 15 minus 6.25. ഇവിടെ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ്സ് ഈക്വൽ ടു 8.75 സെൻറ്റിമീറ്റേഴ്സ്. ഇനി നമ്മൾ ലെൻസ് ഫോർമുല യൂസ് ചെയ്യുക. 1/VO മൈനസ് 1/UO ഇസ് ഈക്വൽ ടു 1/FO. അപ്പോൾ ഇവിടെ 1/UO ഇസ് ഈക്വൽ ടു 1/FO മൈനസ് 1/VO. 1/VO എന്ന് പറഞ്ഞാൽ 1/8.75 മൈനസ് 1/FO. 1/FO എത്ര വരും? ഇവിടെ ഫോർമുല എഴുതിയതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ 1/UO കാണാൻ ജസ്റ്റ് മാറിപ്പോയി. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1/UO. 1/UO ഇസ് ഈക്വൽ ടു 1/VO മൈനസ് 1/FO. 1/VO എത്രയാണ്? 1/8.75 മൈനസ് 1/FO. ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 1/2. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു -2.59 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് തമ്മിൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഡയഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം റഫ് സ്കെച്ച് മതി, നിങ്ങൾ ഒരുപാട് വലിയ ഡയഗ്രാം ഒന്നും വരക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ നമുക്ക് VO ഉണ്ട് UO ഉണ്ട്. അപ്പോൾ മാഗ്നിഫൈങ് പവർ എത്രയാണ്? മാഗ്നിഫൈങ് പവർ M is equal to VO by UO into 1 plus D by FE. സെയിം ഫോർമുല. അപ്പം VO ഇവിടെ 8.75 divided by 2.59 into 1 plus 25 divided by 6.25. അപ്പോൾ ഇവിടെ മാഗ്നിഫൈങ് പവർ ഓഫ് ദ മൈക്രോസ്കോപ്പ് വരുന്നത് 13.51. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ മെത്തേഡ് മനസ്സിലാക്കുക. ഓക്കെ, ഫോർമുല നമ്മൾ ഈ VOയും UOയും ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ലെൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. A person with a normal near point 25 cm using a compound microscope with objective of focal length 8 mm and an eyepiece of focal length 2.5 cm can bring an object placed at 9 mm from the objective in sharp focus. What is the separation between the two lenses? Calculate the magnifying power of the microscope. A person with a normal near point using a compound microscope with objective of focal length 8 mm. Objective focal length FO is equal to 8 mm തന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മളിതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. 0.8 cm. അതേപോലെ ഐ പീസ് ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് is equal to 2.5 cm. Object distance UO is equal to -9 mm അല്ലെങ്കിൽ -0.9 cm. ഓക്കെ, അതേപോലെ എന്താ തന്നിരിക്കുന്നത്? നോർമൽ നിയർ പോയിന്റ് 25 cm ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ എഴുതാം? VE is equal to -25 cm. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഫോർമുല സെയിം, നേരത്തെ യൂസ് ചെയ്ത ഫോർമുല തന്നെയാണ്. നമ്മളപ്പോൾ ഇവിടെ UOയും VOയും കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ആദ്യം 1/VE minus 1/UE is equal to 1/FE. അത് വെച്ചിട്ട് നമ്മൾ UEൻ്റെ ഫോർമുല UEൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 1/UE is equal to 1/VE minus 1/FE. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/VE എത്രയാണ്? -1/25 minus 1/2.5. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് UE is equal to -2.27 cm എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്യണേ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ് എൻ്റെ ലെൻസ് ഫോർമുല വെച്ച് കഴിഞ്ഞാൽ 1/VO minus 1/UO is equal to 1/FO. നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? VO കണ്ടുപിടിക്കണം. അപ്പം ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫോർ ഒബ്ജക്റ്റീവ് ലെൻസ് അത് എത്ര കിട്ടും? ഇവിടെ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് VO എന്നുള്ളത് നമുക്കിവിടെ 2.27 കിട്ടിയിട്ടുണ്ട്. VO. ഓക്കെ, അപ്പം അത് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് VO is equal to 7.2 cm എന്ന് കിട്ടും. അപ്പം ഈ ഫോർമുല വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി. UO കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോർമുല വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VO is equal to 7.2 cm കിട്ടും. അപ്പം L is equal to UE plus VO, നമ്മൾ നേരത്തെ ചെയ്ത ഫോർമുല. അപ്പം 2.27 plus 7.2 that is equal to 9.47 cm. ഓക്കെ, അപ്പോൾ എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു ലെൻസസ്? അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി calculate the magnifying power of the microscope. M is equal to VO by UO into 1 plus D by FE. VO 7.2, UO minus the 0.9, upon just 0.9 into 1 plus 25 divided by 2.5. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പം മാഗ്നിഫൈങ് പവർ ഇസ് ഈക്വൽ ടു 88 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫോർമുല സെയിം ആണ്. എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്ത് ഈ രണ്ട് ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്ത ഫോർമുല സെയിം ആണ്. അപ്പോൾ ഏത് ലെൻസിൻ്റെതാണെന്ന് നോക്കി മനസ്സിലാക്കി ചെയ്യാം.
അടുത്ത question, a small telescope has an objective lens of focal length 144 centimeter and an eyepiece of focal length 6 centimeter. What is the magnifying power of the telescope? What is the separation between the objective and the eyepiece? തന്നിരിക്കുന്നത് ടെലസ്കോപ്പ് ആണ്. ഫോക്കൽ ലെങ്ത് is equal to 144 centimeter. Eyepiece focal length 6 centimeter. Magnifying power എന്താണ്? M is equal to minus FO divided by FE minus 144 divided by 6. അപ്പോൾ കിട്ടും നമുക്ക് മൈനസ് 24 എന്ന് കിട്ടും. ഇനി സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ലെൻസസ് ടെലസ്കോപ്പിൽ FO plus FE that is equal to 144 plus 6 that is equal to 150 centimeter. ഇത് ഈസിയാണ്. അടുത്ത question, a giant refracting telescope at an observatory has an objective lens of focal length 15 meter. If an eyepiece of focal length 1 centimeter is used, what is the angular magnification of the telescope? നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ആദ്യത്തെ question ആദ്യം ചെയ്യാം. FO is equal to 15 meter. FE is equal to 1 centimeter that is equal to 0.01 meter. Angular magnification is equal to FO divided by FE. FO എത്രയാണ്? 15 divided by 0.01 that is equal to 1500. ഇനി തന്നിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ടെലസ്കോപ്പ്. അപ്പം ഇത് മാഗ്നിഫിക്കേഷൻ M is equal to FO by FE. അപ്പം ആ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദ ഇമേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആംഗിൾ subtended by image is equal to D divided by FO. അപ്പം അതെത്രയാണ്? D എത്രയാണ് തന്നിരിക്കുന്നത്? നമ്മൾ തന്ന വാല്യൂ വെച്ച് ചെയ്താൽ മതി. D ഡിവൈഡഡ് ബൈ FO എത്രയാണ്? 50. ഓക്കെ, ഇതാണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. D എന്നുള്ളത് ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നിട്ടില്ല. അപ്പം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുവരെ ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ഇഫ് this telescope is used to view the moon, what is the diameter of the image of the moon formed by the objective lens? The diameter of the moon is 3.48 into 10 raised to 6 meter and the radius of lunar orbit is 3.8 into 10 raised to 8 meter. അപ്പം മൂണിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? ഇവിടെ മൂന്നാണ് ഒബ്ജക്റ്റ്. അപ്പോൾ 3.48 ഇൻറ്റു 10 raised to 6 meter ആണ് എന്ത്? ഡയമീറ്റർ ഓഫ് ദ ഒബ്ജക്റ്റ്. അതേപോലെ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് ദാറ്റ്സ് ഈക്വൽ ടു 3.8 ഇൻറ്റു 10 raised to 8 meter. അപ്പം ആംഗിൾ സബ്ടെൻഡഡ് by the diameter of the moon is equal to diameter of the moon divided by radius of the lunar orbit. ഇത് നമ്മുടെ ആംഗിൾ is equal to arc by radius എന്നുള്ള ഇക്വേഷൻ ആണ്. So that's equal to 3.48 into 10 raised to 6 divided by 3.8 into 10 raised to 8. ഇതെന്താണ്? ആംഗിൾ സബ്ടെൻഡഡ് by the diameter of the moon. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ വാല്യൂ. ദിസ് ഇസ് ഈക്വൽ ടു DI ഡിവൈഡഡ് ബൈ 15. അതാണ് നമ്മുടെ ഇവിടുത്തെ ഫോർമുല വരുന്നത്. DI by 15 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഇത് നമ്മുടെ ഇമേജിന് എത്ര ഡയമീറ്റർ ആവുന്നല്ലേ ബി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്ന് നമ്മൾ DI കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം DI is equal to 3.48 into 10 raised to 6 divided by 3.8 into 10 raised to 8 multiplied by 15. അപ്പോൾ 15 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ബാക്കിയൊക്കെ എന്താണ്? ഇതെല്ലാം മീറ്ററിലാണ്. അപ്പോൾ ഒന്നും കൺവേർഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് DI എന്നുള്ളത് എത്ര കിട്ടും? 13.73 into 10 power minus 2
മീറ്റർ എന്ന് കിട്ടും. അതായത് ഈ 3.48 × 10⁶ മീറ്റേഴ്സ് ഡയമീറ്റർ ഉള്ള മൂണിൻ്റെ ഇമേജിലുള്ള ഡയമീറ്റർ എത്രയാണ് കിട്ടുന്നത്? ഇത്രയേ ഉള്ളൂ, 13.73 × 10⁻² മീറ്റർ. അതായത് ഒരു ചെറിയ സെൻറ്റിമീറ്ററിലേക്ക് അതിൻ്റെ ഡയമീറ്റർ ചുരുങ്ങി നമുക്ക് കാണുമ്പം ഇമേജ് കാണുമ്പം അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ഓർമ്മിക്കുക, D/F എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, യൂസ് ദ മിറർ ഇക്വേഷൻ ടു deduce that an object placed between f and 2f of a concave mirror produces a real image beyond 2f. A convex mirror always produces virtual image independent of the location of the object. The virtual image produced by a convex mirror is always diminished in size and is located between the focus and the pole. An object placed between the pole and the focus of a concave mirror produces a virtual and enlarged image. This exercise helps you deduce algebraically properties of images that one obtains from explicit ray diagrams. അതായത് നമ്മുടെ റേ ഡയഗ്രത്തിൽ നിന്നുള്ള പ്രൂഫുകൾ എന്താണ്, അതിൽ വരുന്ന നമ്മൾ റേ ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഇത് ഈ എല്ലാത്തിൻ്റെയും പ്രൂഫ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, ഒരുപാട് ഇപ്പോൾ എല്ലാം ഡിസ്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമാവും. അപ്പം ഇത് CBSE-കാർക്ക് മിറർ വരുന്നില്ല. അപ്പം ഇത്ര വലിയ പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഒന്നും എന്തായാലും നമ്മുടെ 12th-ലായാലും +2-ലായാലും വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ നോൺ ഫോക്കസ് ഏരിയ എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അതുപോലെ എഴുതിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, a small pin fixed on a table top is viewed from above from a distance of 50 cm. By what distance would the pin appear to be raised if it is viewed from the same point through a 15 cm thick glass slab held parallel to the table? Refractive index of glass is 1.5. Does the answer depend on the location of the slab? എന്താ ചെയ്തിരിക്കുന്നത്? A small pin fixed on a table top is viewed from above from a distance of 50 cm. അപ്പം ഇത് നമ്മുടെ റിയൽ ഡെപ്തും അപ്പാരൻറ്റ് ഡെപ്തും തമ്മിലുള്ള ആ റിലേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, if it is viewed from the same point through 15 cm thick glass slab. 15 cm thick glass slab എന്ന് പറയുമ്പം അതെന്താണ്, റിയൽ ഡെപ്ത്. Real depth is equal to 15 cm. അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ഇസ് ഈക്വൽ ടു 1.5. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, എന്താ, ബൈ വാട്ട് ഡിസ്റ്റൻസ് വുഡ് ദ പിൻ അപ്പിയർ. അതായത് നമുക്ക് ഷിഫ്റ്റ് അല്ലേ, ഷിഫ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് റിലേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു real depth divided by apparent depth. Real depth by apparent depth. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് 1.5 is equal to റിയൽ ഡെപ്ത് എത്രയാണ്, 15 divided by apparent depth അല്ലേ. അപ്പം apparent depth is equal to real depth divided by refractive index 15 divided by 1.5, that's equal to 10 cm. തന്നിരിക്കുന്നത് എവിടെയാണ് അത് അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഷിഫ്റ്റ് ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് മൈനസ് അപ്പാരൻറ്റ് ഡെപ്ത്. റിയൽ ഡെപ്ത് മൈനസ് apparent depth. Real depth is 15, apparent depth is 10, that's equal to 5 cm. അപ്പം എവിടെയാണ് നമ്മൾ ഇമേജ് കാണാൻ പോകുന്നത്, 5 cm കാണാൻ പോകുന്നത്. അത്രയും ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഡിസ്റ്റൻസ് ബൈ വിച്ച് ദ പിൻ അപ്പിയേഴ്സ് ടു ബി റേസ്ഡ് ഇസ് ഈക്വൽ ടു 5 cm ആണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഡസ് ദ ആൻസർ ഡിപ്പെൻഡ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് ദ സ്ലാബ്.
the answer will not depend upon the location of the slab. ഇതേ ഇക്വേഷൻ, ഇതേ വാല്യൂ നമുക്ക് വേറൊരു ഡയറക്റ്റ് ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. D is equal to T into 1 minus 1 by mu. ഈ ഫോർമുല വെച്ചിട്ടും വേണമെങ്കിൽ, ഇത്രയും സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഫോർമുല വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, Figure 9.35 shows a cross section of a light pipe made of a glass fiber of refractive index 1.68. The outer covering of the pipe is made of a material of refractive index 1.44. What is the range of the angles of incident rays with the axis of the pipe for which the total reflections inside the pipe take place as shown in the figure? What is the answer if there is no outer covering of the pipe? ഇപ്പോൾ CBSE കാർക്ക് ഇത് ഈ ക്വസ്റ്റ്യൻ പരിചയമുള്ളതായിരിക്കും. ഇതാണ് നമ്മുടെ സാമ്പിൾ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ. ഇതേ ഡയഗ്രാം വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്, ഇവിടെ ഒരു ഔട്ടർ കോട്ടിംഗ് ഉണ്ട്. അത് ലൈറ്റ് പൈപ്പ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ഫൈബർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.68, ഔട്ടർ കവറിംഗ് മെയ്ഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.44. അപ്പോൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദ ആംഗിൾസ് ഓഫ് ഇൻസിഡൻറ്റ് റേസ് വിത്ത് ദ ആക്സിസ് ഓഫ് ദ പൈപ്പ് ഫോർ വിച്ച് ടോട്ടൽ റിഫ്ലക്ഷൻസ് ഇൻസൈഡ് ദ പൈപ്പ് ടേക്സ് പ്ലേസ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടാവണമെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിളിനെ കാണി കൂടുതലായിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്നത് ഫസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഫൈബർ വിത്ത് റെസ്പെക്ട് ടു എയർ mu2 is equal to, that's equal to refractive index of glass with respect to air, that is equal to 1.68. Refractive index of outer covering with respect to air, that is equal to 1.44. അപ്പം ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, ക്രിട്ടിക്കൽ ആംഗിൾ mu is equal to 1 by sin IC എന്നുള്ള ഫോർമുല ഉണ്ട് നമുക്ക്. അപ്പം sin IC, സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ is equal to 1 by mu. അപ്പോൾ ഇവിടെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എടുക്കേണ്ടത്. That's equal to, sin IC is equal to 1 by mu, that's equal to mu1 divided by mu2, that's equal to 1.44 divided by 1.68, that will give you 0.8571. അപ്പം ക്രിട്ടിക്കൽ ആംഗിൾ ഇതിൻ്റെ ഇൻവേഴ്സ് സൈൻ എടുക്കുക, ഇൻവേഴ്സ് സൈൻ ദാറ്റ്സ് ഈക്വൽ ടു 59 ഡിഗ്രീസ്. CBSE-കാർ നന്നായിട്ട് ശ്രദ്ധിക്കണം, കാൽക്കുലേറ്റർ നോട്ട് അലൗഡ് ആണ്. നമ്മളെ ക്ലാർക്ക് സ്റ്റേബിൾ എടുക്കാം, ഇല്ലെങ്കിൽ ഈ ഡാറ്റ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബിഗിനിങ്ങിൽ തന്നിട്ടുണ്ടാവും. അപ്പം ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ഈക്വൽ ടു 59 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ആംഗിൾ ഫോർ വിച്ച് ടോട്ടൽ റിഫ്ലക്ഷൻസ് ഇൻസൈഡ് ദ പൈപ്പ് ടേക്ക് പ്ലേസ്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ് വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, ദാറ്റ് ഈസ് angle of incidence greater than 59 degree, or when the angle of refraction is less than that maximum angle of refraction. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം R max is equal to, R maxൻ്റെ ഇക്വേഷൻ എന്താ വരിക, 90 മൈനസ് IC അല്ലേ. അപ്പോൾ 90 മൈനസ് 59 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 31 ഡിഗ്രി. ഓക്കെ, അപ്പം റേഞ്ച് ഓഫ് ആംഗിൾസ് കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ is equal to sin I maximum divided by sin R maximum. അപ്പോൾ നമുക്കത് തന്നിട്ടുണ്ട് 1.68 ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം I max is equal to, it's approximately equal to 60 degree എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, റേഞ്ച് ഓഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഷുഡ് ബി 0 ലെസ് ദാൻ I ലെസ് ദാൻ 60 degree. Okay, so all the rays which are incident in the range 0 less than I less than 60 will suffer total internal reflection in the pipe. അപ്പോൾ ഇവിടെയുള്ള കണ്ടീഷൻ I not equal to 0 ആണ്. ഓക്കെ, ഇനി അതേ സമയം if there is no outer covering ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഔട്ടർ കവറിങ് ഇല്ലെങ്കിൽ ഈ 1.44 എന്നുള്ളൊരു ഫാക്ടർ അവിടെ വരുന്നില്ല. അപ്പോൾ സൈൻ IC ഈസ് ഈക്വൽ ടു 1 by 1.68 എന്ന് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ IC ഈസ് ഈക്വൽ ടു 36.5 ഡിഗ്രി. ഇവിടെ ഇൻവേഴ്സ് ഓഫ് ദിസ് വാല്യൂ എടുത്തിട്ടാണ് നമുക്ക് 36.5 കിട്ടുന്നത്.
അപ്പം അവിടെ ഔട്ടർ കവറിങ് ഇല്ല, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ഡിഗ്രി, അപ്പോൾ അവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 36.5 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഇവിടെ വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് 36. ഇവിടെ ഈ ഔട്ടർ കവറിങ് ഇല്ല, ഔട്ടർ കവറിങ് ഇല്ലെങ്കിൽ ഇത് തിരിച്ചിങ്ങോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ അവിടെ അതിനെ നമുക്ക് ഐ ഡാഷ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആസ് പെർ ദ ഡയഗ്രാം ഐ ഡാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഐ ഡാഷ് ഇസ് ഈക്വൽ ടു 90 മൈനസ് 36.5. that will give you 53.5 ഡിഗ്രി. അപ്പം ഐ ഡാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. സോ ഓൾ ദ റേസ് ഇൻസിഡൻറ്റ് അറ്റ് എൻ ആംഗിൾ ഇൻ ദ റേഞ്ച് ഓഫ് 0 to 90 ഡിഗ്രി will suffer total internal reflection in the case B. ഓക്കെ, ഇത് നമ്മുടെ CBSE സാമ്പിൾ പേപ്പറിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, answer the following questions. You have learned that plane and convex mirrors produce virtual images of the objects. Can they produce real images under some circumstances? Explain. Plane and convex mirrors produce virtual images. Can they produce real images under some circumstances? Explain. അപ്പം കോൺവെക്സ് മിറർ, അപ്പം അതെങ്ങനെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുക? പ്ലെയിൻ ആൻഡ് കോൺവെക്സ് മിറേഴ്സ് പ്രൊഡ്യൂസസ് റിയൽ ഇമേജ് ഇഫ് ദ റേസ് ഇൻസിഡൻറ്റ് ഓൺ ദ പ്ലെയിൻ ഓർ കോൺവെക്സ് മിറേഴ്സ് ആർ കൺവേർജിങ് ടു എ പോയിന്റ് ബിഹൈൻഡ് ദ മിറർ. They are reflected to a point on a screen in front of the mirror. In other words, a plane or convex mirror can produce real image of the object is virtual. Virtual object ആണെങ്കിൽ അതിൻ്റെ ഇമേജ് അപ്പം 2 പ്രാവശ്യം റിവേഴ്സ് ആകുമ്പോഴേക്കും അത് റിയൽ ഇമേജ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ, a virtual image we always say cannot be caught on a screen. Yet when we see a virtual image we are obviously bringing it on to the screen, that is the retina of our eye. Is there a contradiction? നേരത്തെ ചോദിച്ച പോലെ അല്ലേ, നമ്മൾ തിരിച്ച് നമ്മൾ കണ്ണിലേക്ക് വീഴുന്നുണ്ട് അത്. അപ്പോൾ ഇവിടെ കോൺട്രഡിക്ഷൻ ഉണ്ടോയെന്ന് ചോദിക്കണം. നോ, ദർ ഈസ് നോ കോൺട്രഡിക്ഷൻ ബിക്കോസ് വെർച്വൽ ഇമേജ് ഫോംഡ് ബൈ ദ സ്ഫെറിക്കൽ മിറർ ആക്ട്സ് ആസ് എ വെർച്വൽ ഒബ്ജെക്ട് ഫോർ ദ ഐ ലെൻസ്. നേരത്തെ പറഞ്ഞു അതേപോലെ തന്നെ our eye lens is convergent and it forms a real image of virtual object on retina. അടുത്ത ക്വസ്റ്റ്യൻ, a diver under water looks obliquely at a fisherman standing on the bank of a lake. Would the fisherman look taller or shorter to the diver than what he actually is? അതായത് വെള്ളത്തിൻ്റെ അടിയിലിരുന്നിട്ട് പുറത്തുള്ള ഒരാൾ നോക്കുകയാണ്. അപ്പോൾ എന്താ പറ്റുക? ആസ് ദ ഫിഷർമാൻ ഇസ് ഇൻ എയർ ദ റേസ് ഓഫ് ലൈറ്റ് ട്രാവൽ ഫ്രം റെയറർ ടു ഡെൻസർ മീഡിയം, ദേ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ, സോ ദ ഫിഷർമാൻ അപ്പിയേഴ്സ് ടോളർ. അപ്പോൾ നമ്മൾ ഡെൻസർ ടു റെയറർ മീഡിയത്തിലേക്കാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ നീളം കൂടും. റെയറർ ടു ഡെൻസർ, നമ്മൾ എയർന്ന് വെള്ളത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ സൈസ് കുറവുള്ളതുപോലെ തോന്നും. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. Does the apparent depth of a tank of water change if viewed obliquely? If so, does the apparent depth increase or decrease? Apparent depth decreases further when water tank is viewed obliquely as compared to the depth when seen near normally. നമ്മൾ ഡയറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് നോക്കുന്നതിനെ കാണി സൈഡിലേക്കൂടെ ഒബ്ലിക്ലി എന്ന് പറഞ്ഞാൽ ഒരു ആംഗിളിൽ, ചെറിയ ആംഗിളിൽ നോക്കുമ്പം എന്താണ്, തീർച്ചയായിട്ടും അവിടെ അപ്പാരന്റ് ഡെപ്ത് കുറവായിരിക്കും. The refractive index of diamond is much greater than that of ordinary glass. Is this fact of some use to diamond cutter? But refractive index of diamond is greater than the refractive index of glass. അപ്പോൾ എന്ത് പറ്റും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിട്ടിക്കൽ ആംഗിളും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഇസ് മോർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഗ്ലാസ്. സോ ദ വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ഗ്ലാസ്, വാട്ടർ അല്ല ഇവിടെ ഗ്ലാസ് ആണ്. ഓക്കെ, സോ ദ ആംഗിൾ ഫോർ വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ഗ്ലാസ് ഇസ് മോർ ദാൻ ഡയമണ്ട്. ഇപ്പോൾ ഡയമണ്ട് കട്ടറിന് എന്താ പറയുക, ഒരു ഇൻസിഡൻറ്റ് ആംഗിൾ, ചെറിയൊരു ആംഗിളിൽ കൂടി നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ കുറവായിരിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാവുമ്പം ക്രിട്ടിക്കൽ ആംഗിൾ കുറവായിരിക്കും എന്നുള്ള ഐഡിയ ആണ് ഇവിടെ ആൻസർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇമേജ് ഓഫ് എ സ്മോൾ ഇലക്ട്രിക് ബൾബ് fixed on the wall of a room is to be obtained on the opposite wall 3 meters away by means of a large convex lens.
what is the maximum possible focal length of the lens required for the purpose? അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? ഇമേജ് ഓഫ് എ സ്മോൾ ഇലക്ട്രിക് ബൾബ് ഫിക്സ്ഡ് ഓൺ ദ വാൾ ഓഫ് എ റൂം ഈസ് ടു ബി ഒബ്റ്റെയിൻഡ് ഓൺ ദ ഓപ്പോസിറ്റ് വാൾ 3 meter away ബൈ മീൻസ് ഓഫ് എ ലാർജ് കോൺവെക്സ് ലെൻസ്. അപ്പം നമുക്ക് പറയാം, സപ്പോസ് ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് u meter in front of the lens and the distance of the image from the lens can be written as 3 minus u. അല്ലേ? അപ്പോൾ നമുക്ക് v is equal to 3 minus u meters എന്ന് എഴുതാം. മീറ്ററാണ് തന്നിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി പറയാം. ഇലക്ട്രിക് ബൾബ് ഫിക്സ്ഡ് ഓൺ ദ വാൾ ഓഫ് എ റൂം ഈസ് ടു ബി ഒബ്റ്റെയിൻഡ് ഓൺ ദ ഓപ്പോസിറ്റ് വാൾ 3 meter away ബൈ മീൻസ് ഓഫ് എ ലാർജ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, അപ്പം ഈ ലെൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിലുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 minus u ആയിരിക്കും. അപ്പോൾ നമുക്ക് ലെൻസ് ഫോർമുല യൂസ് ചെയ്യാം. 1/v minus 1/u is equal to 1/f. v എത്രയാണ്? 1/3 minus u minus 1/u എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/f. അപ്പം 1/3 minus u plus 1/u is equal to 1/f. അപ്പം u plus 3 minus u divided by u into 3 minus u is equal to 1/f. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 3f is equal to 3u minus u square. അപ്പം u square minus 3u plus 3f is equal to 0 എന്നുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പം u is equal to minus of minus 3 plus or minus root of b square minus 4ac by 2. ഓക്കെ, അപ്പം 9 minus 4 into 3f divided by 2. അപ്പോൾ യുവിൻ്റെ വാല്യൂ കിട്ടുന്നത് പ്ലസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 മൈനസ് 12f ഡിവൈഡഡ് ബൈ 2 എന്നാണ് എന്ത് നമ്മുടെ യുവിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മാക്സിമം പോസിബിൾ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് റിക്വയർഡ് ഫോർ ദ പർപ്പസ്. അപ്പം ഇവിടെ ഈ 9 മൈനസ് 12f എന്നുള്ള സംഭവം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇവിടെ മൈനസ് സൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടില്ല. അപ്പം 9 minus 12f greater than or equal to 0 or 9 greater than or equal to 12f greater than or equal to 0. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? f is equal to 9/12 0.75 meter. അപ്പം f is less than or equal to 0.75 meter എന്നുള്ള കണ്ടീഷനിൽ. അപ്പം മാക്സിമം പോസിബിൾ ഫോക്കൽ ലെങ്ത് of the lens required for this purpose is 0.75 meter. Last question ഇന്നത്തെ ക്ലാസ്സിൻ്റെ. A screen is placed 90 centimeter from an object. The image of object on the screen is formed by a convex lens at 2 different locations separated by 20 centimeter. Determine the focal length of the lens. എന്താ തന്നിരിക്കുന്നത്? Screen is placed 90 centimeter. Distance between the screen and the object A ഇട്ട് കഴിഞ്ഞാൽ എത്രയാണ്? 90 centimeter. The image of the object on the screen is formed by a convex lens at 2 different locations separated by 20 centimeter. D is equal to 20 centimeter. ഇവിടെ ഡയറക്റ്റ് ഫോർമുലയാണ് F is equal to A square minus D square divided by 4A. ഈ ഫോർമുല ഒന്ന് പഠിച്ചാൽ മതി. 90 square minus 20 square divided by 4 into 90. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 21.4 സെൻറ്റിമീറ്ററിന് കിട്ടും. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫോർമുലയാണ്. അപ്പോൾ ഇതിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 20 ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് ഈ റേ ഓപ്റ്റിക്സ് എന്നുള്ള പാർട്ടിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേവ് ഒപ്റ്റിക്സിൻ്റെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ്. അതും 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ വലിയൊരു ക്ലാസ്, വലിയ ലെങ്തി ക്ലാസ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് പകുതിയായിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേവ് ഒപ്റ്റിക്സിൻ്റെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.